അറബി കലോത്സവത്തിലെ UP വിഭാഗം സംഭാഷണം. വിഷയം ഫി റിഹലത്തിൻ ദിറാസിയ, ഒരു പഠനയാത്രയിൽ. സംഭാഷണം എന്നതൊരു അഭിനയം കൂടിയാണ്. അതിലെ ഡയലോഗുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവില്ല. പകരം ഡയലോഗുകൾക്കനുസരിച്ചുള്ള മുഖഭാവങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ പറയേണ്ട ഡയലോഗാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ പറയണം. അത്ഭുതം കൂറിക്കൊണ്ട് പറയേണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെ പറയണം. നമ്മുടെ ശാരീരിക ചലനങ്ങൾക്കും മുഖഭാവങ്ങൾക്കും സംഭാഷണത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ വാചകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി ഓരോ ഡയലോഗുകൾക്കും ആവശ്യമായ ഭാവങ്ങൾ മുഖത്തും മറ്റും വരുത്തിക്കൊണ്ട് വേണം നമ്മൾ സംഭാഷണം പറഞ്ഞ് പരിശീലിക്കാൻ. അങ്ങനെ പരിശീലിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടത്. ഇനി സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ആരൊക്കെയാണ് സംഭാഷണം നടത്തുന്നത് എന്നും ഏത് വിഷയത്തിലാണ് സംഭാഷണം നടത്തുന്നത് എന്നും എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നൊക്കെ ജഡ്ജസിനും പ്രേക്ഷകർക്കും മനസ്സിലാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം സ്റ്റേജിൽ കയറിയ ഉടനെ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. ഇവിടെ 2 പേരുടെ പേര് കൊടുത്തിരിക്കുന്നു, സാലിം, വാലി. ഇവരാണ് സംഭാഷണം നടത്തുന്നത്. പേര് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ സദസ്സിനെ നോക്കിക്കൊണ്ട് അസ്സലാമു അലൈക്കും 2 പേരും ഒരുമിച്ച് സലാം പറയുക. പിന്നെ ഓരോരുത്തരും പരിചയപ്പെടുത്തുക. സാലിം, ഇസ്മി സാലിം, എൻ്റെ പേര് സാലിമാണ്. അലി, ഇസ്മി അലി, എൻ്റെ പേര് അലിയാണ്. പിന്നെ സാലിം പറയുന്നു, നെഹ്നു താലിബാൻ ഫി സഫി സാദിസ്, ഞങ്ങൾ 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അലി, അല്യവും സാഫർന ഇല മദ്ഹഫിൽ ഉലൂം, ഇന്ന് ഞങ്ങൾ സയൻസ് മ്യൂസിയത്തിലേക്ക് പോയി. അടുത്ത ഡയലോഗ് സാലിം പറയും, നാം, അതെ, അൽ ആൻ നെഹ്നു ഫിൽ ഹാഫില, ഇപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് ഉള്ളത്. നർജിഉ മിൻ ഹുനാക ഇലാ മദ്രസത്തിന, ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളുടെ സ്കൂളിലേക്ക് മടങ്ങുകയാണ്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ജഡ്ജസിനും മറ്റുള്ളവർക്കും കാര്യം പിടികിട്ടും. ഇവരെ എവിടെ വെച്ചാണ് സംഭാഷണം നടത്തുന്നത് എന്നും എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി സംഭാഷണത്തിലേക്ക് കടക്കാം. ഇത് പരസ്പരം അഭിമുഖമായി 2 പേരും നിന്നുകൊണ്ട് സംഭാഷണം നടത്തുക. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അലി, സാലിം, ഈ 2 പേരുടെയും ഡയലോഗുകളാണുള്ളത്. الرحلة كانت ممتعة جدا. هل استمتعت بها يا سالم؟ نعم كثيرا، خاصة عندما رأينا هيكل الديناصور الكبير، كان ضخما جدا. صحيح، لقد تخيلت أنه حي وكأنه ينظر إلينا، لكن أكثر شيء أعجبني هو غرفة الفضاء. رأيت النجوم والكواكب كلها. أنا أيضا، وشعرت أنني رائد فضاء حقيقي. هل لاحظت كيف كان شكل كوكب زحل؟ كانت حلقاته جميلة جدا. طبعا، وأخذت صورة في هاتفي، سأريها لأمي وأبي. من فضلك شاركها معي أيضا. والداي أيضا يحبان هذا الأمور، وأنا أحب أن أتعلم أشياء لم أكن أعرفها. مثلي تماما، عندما نعود إلى المدرسة سأخبر معلمتي عن كل شيء رأيته. جيد، سأكتب قصة قصيرة عن الرحلة وأضيف إليها رسومات. فكرة رائعة. أنت تجيد الرسم، أليس كذلك؟ سأحاول إن شاء الله. وماذا ستفعل أنت؟ سأقوم بعمل مشروع صغير عن كوكب المريخ. إنه كوكب أحمر وغريب، أحبه كثيرا. هل تعلم أنه يوجد به جبل كبير جدا؟ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, نعم، ألم يكن اسمه أولمبس مونس؟ يا إلهي، أنت تتذكر الأسماء الصعبة. أنا لا أتذكر سوى أنه كبير جدا. لا بأس، المهم أننا تعلمنا شيئا جديدا، أليس كذلك؟ بالتأكيد. يا سالم، أتتذكر الغرفة التي رأينا فيها جسم الإنسان؟ نعم، كانت مذهلة، لقد أعجبتني كثيرا. أجل، وهو عجيب أن نرى أعضاءنا الداخلية. ما هي المواد التي صنع ذلك الجسم منها؟ أظن أنه مصنوع من البلاستيك. على أي حال إنها رائعة جدا. هل رأيت كيف كان نموذج القلب ينبض؟ طبعا، وكأنه قلب حقيقي. نعم، وحدث شيء آخر. شعرت بالخوف عندما رأيت الهيكل العظمي. أنا أيضا خفت، بل جميع الطلاب خافوا. نعم، ولكن علينا أن نتفكر في كل هذه. صحيح، فيها آيات لمن يتفكرون. بالطبع، وأتمنى أن تكون رحلتنا القادمة إلى حديقة الحيوانات.
فكرة جميلة. سيكون من الممتع أن نرى الفيلة والأسود عن قرب. حسنا يا سالم، ذا قد وصلت الحافلة المدرسة. وصلنا المدرسة. تعال هيا ننزل. نعم اليوم يوم سعيد، هيا نذهب. أراك غدا إن شاء الله. إن شاء الله مع السلامة إلى اللقاء. ഇങ്ങനെ നമുക്ക് ആ സംഭാഷണം നടത്താം. ഇനി ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് സംഭാഷണം നടത്തുമ്പോഴേ നമുക്കതിൻ്റെ ഓരോ ഭാവത്തിലും പറയാൻ കഴിയുകയുള്ളൂ. ആദ്യം പറയുകയാണ്, അർഹിലത്ത് കാനസ് മുംതിഅതൻ ജിദ്ദൻ. ഈ യാത്ര വളരെ രസകരമായിരുന്നു. ഹൽ ഇസ്തംതഅത ബിഹാ യാ സാലിം. നീ അത് ആസ്വദിച്ചോ? വളരെ ആസ്വാദ്യകരമായിരുന്നു. നീ അത് ആസ്വദിച്ചോ സാലിമേ? സാലിം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നഅം അതെ, കസീറൻ ധാരാളം. ഇതേപോലെ ബ്രാക്കറ്റിൽ കാണുന്ന വാക്കുകൾ അത് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ യബ്തസിമു എന്നത് വായിക്കരുത്, അത് ചെയ്താൽ മതി. അതായത് പുഞ്ചിരിക്കുക. ഒരു ചെറു പുഞ്ചിരിയോടെ വേണം ഇത് പറയാൻ. നഅം അതെ, കസീറൻ ധാരാളം, ഹാസത്തൻ പ്രത്യേകിച്ചും ഇന്ദമാർ ഐന ഹൈക്കല ദിനോസർ കബീറ. ദിനോസറിൻ്റെ ആ വലിയ സ്കെൽട്ടൻ കണ്ടപ്പോൾ കാന ലഹ്മൻ ജിദ്ദൻ, അത് വളരെയധികം വലുതായിരുന്നു. സഹീഹ്. ലഖദ് തഖയ്യൽതു അന്നഹു ഹയ്യുൻ, അത് ജീവനുള്ളതുപോലെ തോന്നി കണ്ടപ്പോൾ. വകഅന്നഹു യൻദുറു ഇലൈന, അത് നമ്മളെ നോക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ലാക്കിൻ അക്സറ ഷൈഇൻ അജബനി, എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഹുവ ഗുർഫത്തുൽ ഫളാ. ഗുർഫത്തുൽ ഫളാ ആണ്, അതായത് സ്പേസ് റൂം, പ്ലാനറ്റേറിയം എന്നൊക്കെ പറയില്ലേ, അതന്നെ. റഅയ്തു നുജൂമ വൽ കവാകിബ കുല്ലഹ, എല്ലാ നക്ഷത്രങ്ങളെയും ഞാൻ അവിടെ കണ്ടു. അന ഐലൻ, ഞാനും. വശഅർതു അന്നനി റായിദു ഫളാഇൻ ഹഖീഖിയുൻ, ഞാനൊരു യഥാർത്ഥത്തിലുള്ള ബഹിരാകാശ യാത്രികനാണെന്ന് തോന്നിപ്പോയി. ഹൽ ലാഹൽത കൈഫ കാന ശക്ലു കൗകബി സുഹൽ, സാറ്റൻ ഗ്രഹത്തിന്റെ രൂപം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നീ നിരീക്ഷിച്ചോ? സാറ്റൻ, ശനി അല്ലേ? കാലത്തെ ഹൽക്കാത്തുഹു ജമീലതൻ ജിദ്ദൻ, അതിൻ്റെ ഹൽക്കാത്ത് വലയങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. തൊബാൻ, തീർച്ചയായും. വാഹത്ത് സൂറത്തൻ ഫി ഹാത്തിഫി, ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സ ഉരിഹാലി ഉമ്മി വാബി, ഞാനതെൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കാണിച്ചു കൊടുക്കും. മിംഫലിക് ഷാരിഖ് ഹ മയ്യലൻ, അതെനിക്ക് കൂടെ അയച്ചു തരണേ. വാലിദായ ആയിലൻ യുഹിബാനി ഹാദിഹിൽ ഉമൂർ, എൻ്റെ മാതാപിതാക്കൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്. വാന ഒഹിബു അൻ അതാൽമ അഷ്യാ ലം അക്കുൻ ആരിഫഹ, ഞാനാണെങ്കിൽ പുതിയ കാര്യങ്ങൾ, എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെയധികം താല്പര്യമുള്ളവനുമാണ്. മിസ്ലി തമാമൻ, എന്നെ പോലെ തന്നെ. എൻ്റെ മനാവൂദിലൽ മദ്രസത്തി, നമ്മൾ സ്കൂളിൽ നിന്ന് മടങ്ങിയാൽ സ ഉഖ്ബിർ മുഅല്ലിമതി അൻ കുല്ലി ഷൈഇൻ റഅയ്തുഹു, ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ടീച്ചറോട് പറയും. ജയ്യിദ്. സ അക്തുബു ഖിസ്സതൻ ഖസീറത്തൻ അൻ റിഹ്ല, ഞാൻ ഈ യാത്രയെക്കുറിച്ചൊരു ചെറുകഥ ഞാൻ എഴുതും. വ ഉളീഫു ഇലൈഹ റുസൂമത്തിൻ, അതിൽ ഞാൻ ചിത്രങ്ങളും ചേർക്കും, ചിത്രങ്ങൾ ഞാൻ വരച്ചു ചേർക്കും. ഫിക്ര റായ, എ ഗുഡ് ഐഡിയ. അൻത തുജീതു അറസ്മ, നീ നന്നായി വരക്കും. അലൈസ കദാലിക്, അല്ലേ? അങ്ങനെയല്ലേ, വരക്കാറില്ലേ? സൗഹാവിലു ഇൻഷാല്ലാ, ഞാൻ ശ്രമിക്കും. വമാദാ സതഫഅലു അൻത, നീ എന്ത് ചെയ്യും? സഅഖൂമു ബി അമലി മശ്റൂഇൻ സഗീർ, ഞാനൊരു ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്യും. അൻ കൗകബിൽ മരീഖ്, മരീഖ് ഗ്രഹത്തെക്കുറിച്ച്. മരീഖ് മീൻസ് ചൊവ്വ. ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നഹു കൗകബുൻ അഹ്മർ വ ഗരീബ്, അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളതും റെഡ് കളറിലുള്ളതുമായ ഗ്രഹമാണ്. ഉഹിബുഹു കസീറൻ, എനിക്കത് വളരെ ഇഷ്ടമാണ് ഈ ചൊവ്വ ഗ്രഹത്തെ. ഹൽ തഅലമു അന്നഹു യൂജദും ബിഹി ജബലുൻ കബീറുൻ ജിദ്ദൻ, ചൊവ്വയിൽ വലിയൊരു മലയുണ്ടല്ലോ, അതെന്താണെന്ന് അറിയാമോ? നഅം, അത് ഒന്ന് ഓർത്തുകൊണ്ട് പറയാം. നഅം അലം യകുൻ ഇസ്മുഹു ഒളിമ്പസ് മോൺസ്, അതെ അതെ, അതിൻ്റെ പേര് ഒളിമ്പസ് മോൺസ് എന്നല്ലേ? അപ്പോൾ യാ ഇലാഹി അൻത തതദക്കറു അൽ അസ്മാ അസ്സഅബ, ഇത്രയും ടഫായ വാക്കുകളൊക്കെ നീ ഓർത്തു വെക്കുന്നുണ്ടോ? അനലാ തദക്കറു സിവ അന്നഹു കബീറുൻ ജിദ്ദൻ, അത് വളരെ വലിയൊരു മലയാണ് എന്നത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ, അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ലാ ബഅസ, ചിരിക്കലൊക്കെ നന്നായിട്ട് തന്നെ ചിരിച്ചു. സംഭാഷണം നടത്തുമ്പോൾ ചിരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ലാ ബഅസ് അൽ മുഹിമു അന്നന തഅല്ലംനാ ഷൈഅൻ ജദീദൻ, പേരൊന്നും അറിയില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്നത് നമ്മൾ പുതിയ കാര്യം പഠിച്ചു എന്നുള്ളതാണ്. അലൈസ കദാലിക്, അങ്ങനെയല്ലേ? ബിത്തഅക്കീദ്, ഷുവർ. യാ സാലിം അത്തതദക്കറുൽ ഉർഫത്തല്ലത്തി റഅയ്നാ ഫീഹാ ജിസ്മൽ ഇൻസാൻ, മനുഷ്യന്റെ ശരീരം കണ്ട ആ റൂമിനെ ഓർക്കുന്നുണ്ടോ? നഅം അതെ. കാനത്ത് മുദ്ഹിലത്തൻ, അത് അതിശയകരമായിരുന്നു. ലഖദ് അജബത്നി കസീറൻ, അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അജൽ അതെ. വഹവ അജീബുൻ
വഹുവ അജീബൻ അൻ നറ അഅ്ളാഅന ദാഖിലിയ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. മാഹിയൽ മവാദുല്ലത്തി സുനി അദാലിക്കൽ ജിസ്മു മിൻഹ, ആ ശരീരം ഉണ്ടാക്കപ്പെട്ട മെറ്റീരിയൽ എന്താണ് എന്നറിയാമോ? അള്ളു അന്നഹു മസ്നൂ മിനൽ പ്ലാസ്റ്റിക്, എനിക്ക് തോന്നുന്നത് അത് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചത് എന്നാണ്. അല ഈഹാലിൻ, ഏതായാലും മിന്നഹ റായത്തുൻ ജിദ്ദൻ, വളരെയധികം മനോഹരമായിട്ടുണ്ടത്. ഹൽ റഅയ്ത കൈഫ കാന നമൂദജുൽ ഖൽബി യൻബലു, ആ ഹൃദയത്തിൻ്റെ മോഡൽ അത് മിടിക്കുന്നത് നീ കണ്ടോ? തബൻ, തീർച്ചയായും. കഅന്നഹു ഖൽബുൻ ഹഖീഖിയൻ, അതൊരു യഥാർത്ഥമായ ഹൃദയം പോലെ ഉണ്ടായിരുന്നു. നഅം വഹദസ ശൈഉൻ ആഖർ, മറ്റൊരു കാര്യം സംഭവിച്ചു. മുദ്ഹിക്കൻ, ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഷഅർതു ബിൽ ഖൗഫ് ഇൻദമാ റഅയ്തുൽ ഹൈക്കൽ അൽ അൽമി, ഞാൻ അസ്ഥികൂടം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചുപോയി. ഷഅർതു ബിൽ ഖൗഫ്, ഞാനൊന്ന് പേടിച്ചു. അപ്പോൾ ഇവനും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അന അയ്ളൻ ഖിഫ്തു, ഞാനും പേടിച്ചു. ബൽ ജമീഅത്തുൽ ലാ ബിഖാഫ്, എല്ലാ കുട്ടികളും പേടിച്ചിട്ടുണ്ട്. മുദ്ഹിക്കൻ നഅം നഅം, അതെ അതെ. വലാകിൻ അലൈന അൻ നതഫക്കറ ഫീ കുല്ലി ഹാദിഹി, എന്നാൽ പക്ഷേ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അലൈന അൻ നതഫക്കർ, നമ്മൾ ചിന്തിക്കണം ഈ കാര്യങ്ങളിലൊക്കെ. സ്വഹീഹ്, ശരിയാണ്. ഫീഹ ആയാത്തുൻ ലിമൻ യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ബിത്തബ, തീർച്ചയായും. വാതമന്ന അൻ തകൂന റിഹ്ലത്തുനാ അൽ ഖാദിമതു ഇലാ ഹദീഖത്തുൽ ഹയവാനാത്ത്, നമ്മുടെ അടുത്ത യാത്ര ഒരു മൃഗശാലയിലേക്ക് ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിക്ര ജമീല, നല്ല ഐഡിയ ആണ്. സൈക്കൂനും മിനൽ മുംതി അൻ നറ അൽ ഫീലത്ത വൽ ഉസൂദ അൻ ഖുർബിൻ, ആനകളെയും സിംഹങ്ങളെയും ഒക്കെ അടുത്തുനിന്ന് കാണുക എന്നത് മനോഹരമായിരിക്കും, നല്ല ആസ്വാദികരമായിരിക്കും. ഹസനൻ യാ സാലിം, അതേ സാലിം. ദാ ഖദ് വസലത്തുൽ ഹാഫിലത്തു അൽ മദ്രസത്ത, ദാ നമ്മുടെ ബസ് സ്കൂളിലെത്തി. ആഹാ, വസൽനാൽ മദ്രസ, നമ്മൾ സ്കൂളിലെത്തിയോ? തആൽ, എന്നവരു, ഹയ്യ നൻസിൽ, നമുക്കിറങ്ങാം. നഅം അല്യൗം യൗമുൻ സഈദ്, ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. ഹയ്യ നദ്ഹബ്, നമുക്ക് പോകാം. അറാക ഗദൻ, നാളെ, നിന്നെ നാളെ കാണാം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, മഅ സലാമ, ഇലൽ ലിഖാ, സീ യു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നന്നായി പറഞ്ഞ് പരിശീലിക്കണം, എങ്കിൽ മാത്രമേ സംഭാഷണം ശരിയായ രൂപത്തിൽ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ.